നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് യൂട്യൂബിൻ്റെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏത് സമയത്തും നമ്മുടെ ചാനൽ അടിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കിലുണ്ട്. ആദ്യത്തെ സ്ട്രൈക്ക് വരുമ്പോൾ തന്നെ ടെൻഷനാണ്. രണ്ടാമത്തെ സ്ട്രൈക്ക് വന്നാൽ പിന്നെ ചാനലിന് പണിയാകുമല്ല. മൂന്നാമത്തെ സ്ട്രൈക്കിൽ ചാനൽ പോയി കിട്ടിയത് തന്നെ. അപ്പോൾ ഇന്ന് ടെൻഷൻ എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാകും. കുറേ ദിവസം മുമ്പ് എൻ്റെ ഒരു ചാനലിൽ സ്ട്രൈക്ക് വന്നു. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് ഈ ഒരു ചാനൽ എനിക്കുള്ളൂ, ഇതാണ് എൻ്റെ മെയിൻ ചാനൽ എന്ന് ചില കമൻസൊക്കെ കാണുമ്പോഴേക്കും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒന്നിലധികം ചാനലുകളുണ്ട്, മോണിറ്റൈസ് ആയതുകൊണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും അതല്ലല്ലോ ഇവിടുത്തെ നമ്മുടെ വിഷയം. ഇപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. കുറേ ദിവസം മുമ്പ് ഒരു ചാനലിൽ സ്ട്രൈക്ക് വന്നു. അത് തീരുന്നതിന് മുമ്പ് രണ്ടാമത്തെ സ്ട്രൈക്കും വന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു പോയി. മിക്കവാറും എൻ്റെ ചാനലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ആ ദിവസവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചാനലിൽ വീഡിയോസ് കുറേ ഡിലീറ്റ് ചെയ്തു. കാരണം സ്ട്രൈക്ക് വന്നത് ഒരു പ്രത്യേക കാരണത്തിലാണെന്ന് എനിക്ക് ആ വീഡിയോസ് കണ്ടപ്പോഴേക്കും തോന്നി. അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ പോയി ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഭാഗ്യത്തിന് മൂന്നാമത്തെ സ്ട്രൈക്ക് കിട്ടാതെ ഞാൻ എങ്ങനെയോ തലകൂരി. അപ്പോൾ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ആദ്യമായിട്ട് വരുന്ന വാർണിംഗ് സ്ട്രൈക്ക് വന്നിട്ട് ഡേഞ്ചറസ് അല്ല, വാർണിംഗ് മാത്രമായിട്ടാണ് വരുന്നത്. അത് പണ്ടൊക്കെ ആണെങ്കിൽ അത് ഡാഷ്ബോർഡിൽ നിന്ന് മാറ്റാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ നിന്നും വരുന്ന വാർണിംഗ് സ്ട്രൈക്ക് അതിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഡാഷ്ബോർഡിൽ നിന്നും അത് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാനുള്ള വാർണിങ്ങിന് ഉള്ള ചാനലിൽ അതിൽ തൊട്ടടുത്തായി തന്നെ ഒരു ഓപ്ഷനുണ്ട്. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നതാണത്. ഒരു വീഡിയോ നമ്മൾ മൊത്തമായിട്ട് കാണണം. നമുക്ക് സ്ട്രൈക്ക് വന്നിട്ടുള്ള കാറ്റഗറിയിൽ വന്നിട്ടുള്ളതൊക്കെ അവിടെ കൊടുത്തിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഓരോ സ്റ്റെപ്പായി കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കാണും. അപ്പോൾ അതിനുള്ള കറക്റ്റ് ആൻസർ നമ്മൾ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്താൽ അതിൽ നിന്നും 90 ദിവസം കഴിയുമ്പോഴേക്കും ആ വാർണിംഗ് സ്ട്രൈക്ക് മാറിക്കിട്ടും. പക്ഷേ ഇടയ്ക്ക് ആ വെയിറ്റിംഗ് സമയത്തിൽ നമുക്ക് വേറെ ഒരു സ്ട്രൈക്ക് വന്നാൽ ഇത് മാറില്ല. അതുപോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമൊന്നുമല്ല. വീഡിയോ ഫോർമാറ്റിലാണ് കോഴ്സ്. നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുത്താൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് വാർണിംഗ് സ്ട്രൈക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ വാർണിംഗ് സ്ട്രൈക്ക് പിന്നെയും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിനും ഒരുപാട് പോളിസീസ് ഉണ്ട്. പിന്നെ ചൈൽഡ് അബ്യൂസ് പോളിസി, സ്പാം, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് യൂട്യൂബ് കാണുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ യൂട്യൂബ് ബാലൻസ് ആക്കാനായിട്ട് നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസിയിൽ സ്ട്രൈക്ക് വന്നു, അത് സ്പാം ആൻഡ് മിസ്ലീഡിങ് പോളിസിയിൽ വന്നു എന്ന് ഇരിക്കട്ടെ. നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞ് നമ്മളത് മാറ്റി. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അഡൽട്ട് പോളിസിയിൽ നിന്നും മറ്റൊരു സ്ട്രൈക്ക് വരികയാണെങ്കിൽ അത് പിന്നെയും ഒരു വാർണിംഗ് സ്ട്രൈക്ക് ആയിട്ട് വരും. സെപ്പറേറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടാണ് സ്ട്രൈക്ക് വരുന്നത്. പക്ഷേ നമ്മൾ കോഴ്സ് എടുത്തിട്ട് വാർണിംഗ് സ്ട്രൈക്ക് മാറ്റി അതേ കാറ്റഗറിയിൽ വീണ്ടും നമ്മൾക്ക് സ്ട്രൈക്ക് വരുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ആയിട്ട് തന്നെ വരും. ഏത് കാറ്റഗറിയിൽ ആദ്യം വാർണിംഗ് സ്ട്രൈക്ക് ആയി വരുമോ അത് റിപ്പീറ്റഡായി അടുത്തതും വന്നാൽ അത് സ്ട്രൈക്കായിട്ട് മാറും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. പലരും ഇതിൽ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരുപാട് സംശയങ്ങൾ ഈ കമ്മ്യൂണിറ്റി സ്ട്രൈക്കിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഈ പുതിയതായിട്ട് വന്നവരൊക്കെ വീഡിയോ മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ ഒരു തവണ കണ്ടാൽ മനസ്സിലായെന്ന് വരില്ല. നിങ്ങൾ 2-3 തവണ അത് ആവർത്തിച്ച് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ എപ്പോൾ സമയം കിട്ടുന്ന, അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു ജോലിയിൽ ഈടുപാടായിട്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് സിൻസിയറായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ വീഡിയോയുടെ ആദ്യത്തെ ഒരു 10 സെക്കൻഡ് 15 കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഇത്രയേ ഉള്ളൂ, വാർണിംഗ് തീർന്നു കോഴ്സ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് അടിച്ചോടിച്ചിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഒരു കാര്യവും നേരെ ചൊവ്വേ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് സ്വന്തം രീതിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് പാടുപെട്ടിട്ടാണ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയോടുകൂടെ വീഡിയോ നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം കാര്യങ്ങൾ ഗ്രഹിച്ച് സമയമുള്ളപ്പോൾ, ഈ ജോലി തിരക്കൊക്കെ ഉള്ളപ്പോഴൊക്കെ അതിനിടയിൽ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പം ഫ്രീ മൈൻഡിലുള്ളപ്പോൾ മാത്രം വീഡിയോസൊക്കെ കാണുക. കാണാൻ കുറച്ച് ലേറ്റായി
പോയെന്ന് പറഞ്ഞിട്ട് അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഒരുപാട് പേര് പറയാറുണ്ട് കുറച്ച് തിരക്കായതുകൊണ്ട് വീഡിയോസ് കാണാൻ ലേറ്റ്. അതൊന്നും യാതൊരു കുഴപ്പമില്ല. എത്ര ലേറ്റായിട്ട് നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കണ്ടാലും ആ കാണുന്ന വീഡിയോ സമയം ഉണ്ടാക്കി ശ്രദ്ധിച്ച് കാണുക, അത് നന്നായിട്ട് മനസ്സിലാക്കുക, മനസ്സിലിട്ടിട്ട് മനനം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ യൂട്യൂബിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ ഉള്ളൊരു സന്ദർഭമായിട്ട് മാറും. അപ്പോൾ ഈ കാര്യം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വളരെ തലവേദന പിടിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ് യൂട്യൂബിൽ. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കി മുമ്പോട്ട് പോവുക. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇന്നും രാവിലെ 9 മണിക്ക് പലരും ആ വീഡിയോ വരുന്നതിന് വേണ്ടിയിട്ട് 9 മണിയാകുന്നത് നോക്കിയിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നാൾക്ക് നാൾ നമ്മളുടെ കുടുംബത്തിലെ അംഗങ്ങൾ കൂടി വരുന്നതും കാണാനായിട്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോസ് കാണാനായിട്ട് ഒരുപാട് പേര് നല്ല കമൻറ്റ്സ് എഴുതി അയക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വളരെ നന്ദി. അതുപോലെ ഇനിയും ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ഞാൻ പറയാതെ തന്നെ മറക്കാതെ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ അടുത്ത ദിവസം 9 മണിക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.